അങ്ങേ കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ വർഗവഞ്ചകൻ എന്ന വിളി പലരും ഈ മുദ്രാവാക്യത്തിലൊക്കെ വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗം ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ നിന്നുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. ഞാനത് നിന്നുകൊണ്ട് പറയുകയാണ്. എന്താ കോൺഗ്രസുമായിട്ട് എന്താ സപ്പോർട്ട് ചെയ്ത് എന്താ കുഴപ്പം? എന്താ പറ? ഇവിടെ തമിഴ്നാട്ടിൽ DMK, മുസ്ലിം ലീഗ്, CPI, CPM, കോൺഗ്രസ് ഒറ്റ മുന്നണിയല്ലേ? ഈ ഐസക്കും വിജയരാഘവനോടെ പോയി പ്രസംഗിച്ചതല്ലേ? അല്ലേന്ന് ചോദിക്കുകയാണ്. പാർട്ടിക്ക് കിട്ടിയ അസംബ്ലി സീറ്റുകൾ എല്ലാവരുടെയും കൂടിയല്ലേ? അവിടെ പോയി പറയാമോ കോൺഗ്രസിന് വോട്ട് വേണ്ടെന്ന്? ബംഗാളിൽ കോൺഗ്രസും CPM ഒറ്റ ഐക്യമുന്നണിയായിട്ടല്ലേ കഴിഞ്ഞ തവണ മത്സരിച്ചത്? നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 അസംബ്ലി സീറ്റ് കിട്ടി. ഇപ്പോഴും ഒറ്റ മുന്നണിയായി മത്സരിക്കുന്നു. അതിനെപ്പറ്റി എന്താ? PB അല്ലേ അനുവാദം കൊടുത്തേ? ആ PBയിൽ ഇരിക്കുന്ന വിജയരാഘവന് കോൺഗ്രസ് ചീത്ത പറയാൻ എന്താ അവകാശം? കേരളത്തിൽ ഇത് ഐക്യമുന്നണിയല്ല. കാരണം CPM-ന് സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്, UDF-നും. അതുകൊണ്ടാണ് ഇവിടെ നേരെ പറഞ്ഞ് സ്ട്രെങ്ത് ഇല്ലാതെ വരട്ടെ. BJP ഇവിടെ വലിയൊരു പ്രസ്ഥാനമായി വളർന്നു വരുന്നത് സങ്കല്പിക്കുക. അപ്പം ആത്മമുന്നണിയാവും. രാഷ്ട്രീയമായ പരിവർത്തന. ഞാൻ ത്രിവർണ്ണ തൊപ്പിയൊന്നും വെച്ച് നടന്നില്ല. ഞാൻ ഒരാൾ എൻ്റെ തലയിൽ തൊപ്പി കൊണ്ടുവച്ചു. അതൊരു 2-3 മിനിറ്റ് അവിടെ കടന്നു. മനോരമക്കാരൊരു ഫോട്ടോ എടുത്തു. അതെന്താ അതിനെന്താ പ്രശ്നം? അങ്ങ് മാർക്സിസ്റ്റ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അത് തൊപ്പി വെച്ച് നടന്നൊന്നുമില്ല. അങ്ങനെയല്ല ഫോട്ടോ ഒക്കെ തൊപ്പി വെച്ച് നടന്നാലെന്താ? ഞാൻ മാർക്സിസ്റ്റായിട്ട് തുടർന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ അർത്ഥം. ഞാനതിൽ തുടരുന്നില്ല. അല്ല, മാർക്സിസം അങ്ങയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനമുണ്ടല്ലോ, ഐഡിയോളജിക്കൽ. ജവഹർലാൽ നെഹ്റുവിൽ ഉണ്ടാക്കിയില്ലേ? അദ്ദേഹത്തിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചു നോക്കെ, ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചു നോക്കെ. അദ്ദേഹം അവിടെ ലാഹോറിൽ ഏതൊരു ജയിലിൽ കിടക്കുമ്പോൾ വെളിയിൽ കൂടി ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കും. ജാഥ അദ്ദേഹം അകത്ത് കിടന്ന് ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ചു. ആ ചാപ്റ്ററിൻ്റെ പേര് ഇൻഖിലാബ് സിന്ദാബാദ്. വായിച്ചു നോക്കെ. അദ്ദേഹം മാർക്സിസത്തെ പറ്റി എത്ര മനോഹരമായ കവിത പോലെ എഴുതിയിരിക്കുന്നത്, ലെനിനെ പറ്റി എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റാണ്. ആ ഐഡിയോളജിയുടെ മഹത്വം അദ്ദേഹം അംഗീകരിച്ചു. കോൺഗ്രസിൻ്റെ ദേശീയബോധവും ഗാന്ധിസവും ജവഹർലാൽ നെഹ്റുവിൻ്റെ എന്താ പറഞ്ഞ പബ്ലിക് സെക്ടർ ധാരണയും ചെയ്തു ചേരാൻ നയമൊക്കെ ഞങ്ങളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ആണെന്നാണ്. അങ്ങനെ ആശയപരമായി പരസ്പരം ഉൾക്കൊണ്ടും എതിർത്തുമാണ് കമ്മ്യൂണിസ്റ്റുകാർ വളരുന്നത്. അല്ലാതെ എതിർക്കുന്നവരെല്ലാം വർഗവഞ്ചകന്മാർ. ഏത് വർഗത്തിൻ്റെ? പൊളിറ്റിക്കൽ ക്രിമിനൽ വർഗത്തെ ഞങ്ങൾ വഞ്ചിച്ചു. അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറല്ല. ഇതിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനാണ്, പ്രധാന ഇലക്ഷൻ ക്യാമ്പയിനാണ്. പൊളിറ്റിക്കൽ ക്രിമിനൽ രാഷ്ട്രീയത്തെ എതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട്, അമ്പലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി. പിന്നെ ഇതുപോലെ ഉള്ള മുദ്രാവാക്യങ്ങൾ വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. ഇത് ജീസുദായനെ ചീത്ത പറയുന്നത് ഒറ്റ ഐറ്റം ഒന്നുമല്ല. പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. അതിന് CPI ആരെയും കിട്ടിയില്ല. പ്രസാദ് എന്ന് പറഞ്ഞൊരു മാന്യനെ കിട്ടി. P. പ്രസാദ് മന്ത്രിയാണത്ര. അദ്ദേഹം ചെങ്ങന്നൂരിൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് കുറേ ഉള്ള സ്ഥലമാണ് ചെങ്ങന്നൂർ. ഒരു നേതാവുണ്ട്. അവിടെ പോയി ഇന്നലെ പ്രസംഗിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ദുലാസിലല്ലേ? 12,000 വോട്ട് തിരുവനന്തപുരം ജയിച്ച ആ സീറ്റ് 6,000 വോട്ടിനാണ് ജയിച്ചത്. അവിടെയുള്ള ഒരു കൊച്ചു പയ്യനാണ് മത്സരിച്ചത്. ഇത്തവണത്തെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അയാൾ ഇങ്ങനെ ഓടി നടന്നിട്ട് ചീത്ത പറയാൻ വേണ്ടി പോകണം, സ്വന്തം മണ്ഡലം നോക്കണ്ടേ? അവിടെ പ്രസംഗിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ പിൻവലിച്ചിട്ടില്ല. ഞാൻ ഇവിടുത്തെ തിരക്കൊക്കെ നോക്കട്ടെ. തിരക്ക് ഒഴിയാണ് 2 മീറ്റിംഗ് പ്രസംഗിക്കും. ഞാൻ തോപ്പിക്കണമെന്ന് പറയും. എന്തായാലും അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടാണ് തോക്കണമെന്നല്ല. പക്ഷെ രാഷ്ട്രീയ 6,000 വോട്ടല്ലേ ഉള്ളൂ മെജോറിറ്റി 12,000. അത് നല്ല സീസണിൽ. അപ്പോൾ അയാൾക്ക് എന്തിൻ്റെ സൂക്കേടാ? ആർക്ക് വേണ്ടിയാ? സജിച്ചറിയാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഇത് പറഞ്ഞു? അവിടെയല്ലേ ഇതല്ലേ വീണ്ടും പറഞ്ഞത്? വിശദീകരിച്ച് പറയുകയല്ലേ? അദ്ദേഹം അരിപ്പാട് നിന്ന് തോറ്റു. ഇവിടെ വന്നത് 3ാമത്തെ തവണ മത്സരിക്കുക. അദ്ദേഹത്തിന് ഒരു വ്യാമോഹമില്ല. മരിക്കുന്നവരെ വരെ സ്ഥാനാർത്ഥി അവിടെ വന്നു. AKG കേൾക്കരുത്. മരിക്കുന്നവരെ വരെ MP ആയിരുന്നു. AKG എന്ത് ആക്രമണം! ഇത് ആക്രമണമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ AKG അവസാനം വരെ MP ആയിരുന്നു. മരിക്കുന്നവരെ വരെ. ആ AKG അവമാനിച്ചിരിക്കുകയാണ് ഈ പറയുന്ന വിജയരാഘവൻ, ഈ സെറ്റുമൊക്കെ, ഈ പ്രസാദുമൊക്കെ. CPIയിലെ ബിനോയ് വിശ്വം വല്ലതും പറഞ്ഞു? പന്ന്യൻ രവീന്ദ്രൻ വല്ലതും പറഞ്ഞു? അങ്ങനെ ഇയാൾക്ക് എന്തിൻ്റെ സുഖമാണ്? അത് ഇയാൾക്ക് ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസുമായിട്ട് ചങ്ങാത്തം കൂടി അവിടെ 4 വോട്ട്, അവിടെ വോട്ട് കുറയും. തോക്കാനും സാധ്യതയുണ്ട്, ജയിക്കാനും സാധ്യതയുണ്ട്. എന്നാലും വോട്ട് കുറയും. ഒരു പുതിയ വോട്ട് കിട്ടില്ല. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവിടെ. പാർട്ടി മെമ്പർമാർ പോലും ചിലപ്പോൾ എതിരായിട്ട് വോട്ട് ചെയ്യും. അയാൾക്കെതിരെ ഇടപെടേണ്ട കാര്യമില്ല. നടന്നൊക്കെ പ്രസംഗിക്കുക.